ഹായ് വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തതും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് പുറത്തു പോണതും അങ്ങനത്തെ കുറെ വീഡിയോസ് ഇതിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ രാവിലെ തന്നെ ഈ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ ഒരു ആവി പിടിച്ചേക്കാന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റ പാടെ ഞാൻ അതന്നാട്ട് വിചാരിച്ചു. ഈ AC ഇട്ട് ഫാനും ഇട്ടൊക്കെ കിടന്നു കഴിഞ്ഞ് എണീക്കുമ്പോ ഭയങ്കരമായിട്ട് മൂക്കൊക്കെ അടഞ്ഞ് ഈ പനി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച്. പക്ഷെ ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് എടുക്കുകയും ചെയ്യും. അത്രയും ചൂടാ. അപ്പൊ രാവിലെ എണീറ്റ് കുറച്ച് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവി പിടിച്ച്. എൻ്റെ ഹസ്ബൻഡിന്റെ ഉമ്മ പറഞ്ഞതാ ഈ ടിപ്സ് നല്ലതാന്നാ പറഞ്ഞേ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് പുറത്തോട്ട് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കി. പുറത്തിറങ്ങി നോക്കിയപ്പോ ചെടികളൊക്കെ ആദ്യം നാശായിക്കണ്. അപ്പൊ വലിയ മാറ്റമൊന്നുമില്ല. എല്ലാം അത്രക്കും ചൂടുകൊണ്ട് ഉണങ്ങി അതിന്റെ കളറൊക്കെ മാറി അങ്ങനെ. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര സൈലന്റ്. ആരും എണീറ്റിട്ടില്ല തോന്നുന്നു. ഞങ്ങളിവിടെ വില്ലയിലാട്ടോ നിക്കണേ. അപ്പൊ ഈ ഞങ്ങളത് റൂം അല്ലാതെ തന്നെ അപ്പുറത്തും കുറെ റൂമുകളും കാര്യങ്ങളും ഉണ്ട് ട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു കയറി. പിന്നെ ചായ കുടിക്കാ അങ്ങനെ വിചാരിച്ച്. അപ്പൊ ചായ കുടിക്കാന് ബന്നും കോഴിമുട്ടയും അങ്ങനെ ചീസൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ബന്ന് ഇതുപോലെ ഉണ്ടാക്കിയൊരു ബർഗർ കണ്ട കേക്ക് ബർഗറാണെന്ന്. ബർഗർ പോലെ ആക്കി അത് മസാല ചായ ഉണ്ടാക്കിട്ടോ. അതിന്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിന് മസാല ടീന്റെ. അങ്ങനെ മസാല ടീയും ബർഗറൊക്കെ കഴിച്ച് ടിവിയില് പാട്ടൊക്കെ കണ്ട് ഇങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടോ. അപ്പൊ തന്നെ ഒരു സമാധാനായി. ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഭയങ്കര കയ്പാ. അപ്പൊ അതും പനീനെ മരുന്നും അത് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മരുന്ന് കുടിച്ച്. പിന്നെ ഞാനൊന്ന് നന്നായിട്ട് ഒരു ചുടുവെള്ളം ആക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പൈപ്പ് തുറന്ന തളച്ച വെള്ളം വരല്ലേ. അപ്പൊ ഞാന് എന്നാ പിന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കാം എന്നുള്ള ഒരിതില് ഈ പനിയൊക്കെ ഉള്ളതിനെ കൊണ്ട് ഭയങ്കര ചൂടാട്ടോ ഇവിടെ. പൈപ്പ് തുറന്നതിനെ തിളയ്ക്കണ വെള്ളം വരും. അതുകൊണ്ട് വെള്ളം പിടിച്ചു വെക്കണം. എന്നാലാണ് നമുക്ക് പിന്നെ കുളിക്കാനും അത് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ മുടി ഭയങ്കരമായിട്ട് കൊഴിയും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ മേത്തൊഴിക്കുമ്പോ തന്നെ നമുക്കത് പൊള്ളും. മിക്സ് ചെയ്തിട്ടേ ഇനിയിപ്പോ ബോഡിയിൽ ഒഴിക്കണമെങ്കിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ എനിക്ക് പനി ആയാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ എന്താ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. ഒന്നാമത് ഫുഡ് ഉണ്ടാക്കാൻ അപ്പൊ ഭയങ്കര മടിയാവും അത്. പിന്നെ ഒന്ന് എനിക്ക് എരിവുള്ള ഫുഡും അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടാ. അപ്പൊ പറ്റൂല. വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ചാ മതി, കഞ്ഞി കുടിച്ചാ മതി, ദഹിക്കൂല. അങ്ങനെ കുറേ എന്നോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങനെ എങ്ങനെയോ കൺവിൻസ് ചെയ്ത് പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കാന്നുള്ള പ്ലാനിലായിട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോ നല്ല ലേറ്റ് ആയിരുന്നു. ഉച്ചക്കത്തെ ഫുഡിന്റെ ടൈമൊക്കെ കഴിഞ്ഞ്. അപ്പൊ എന്നാ പിന്നെ ഒരു ടീ കുടിച്ചിട്ട് പോവാ. അങ്ങനെ ഞങ്ങൾ അവിടെ പോണേന് മുന്നേ തന്നെ ടീ കുടിച്ച്. പിന്നെ ഫാദി അപ്പത്തേയും ഉറങ്ങാൻ തുടങ്ങി. കരച്ചിലായി. ഓനക്ക് നല്ല ഉറക്കം വന്നു. ഓനക്ക് പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങള് കഞ്ഞി കൊടുത്തിട്ടോ. ഓന്റെ കാര്യത്തിൽ പിന്നെ റിസ്ക് എടുക്കാൻ പറ്റില്ല. പുറത്തത്തെ ഫുഡ് നമ്മളെ പോലല്ലല്ലോ. കുട്ടിക്ക് പുറത്തത്തെ ഫുഡ് പനിയുള്ളപ്പോ കൊടുക്കണത് അത്ര നല്ലതല്ല. അവർക്ക് കഞ്ഞിയാകുമ്പം ദഹിക്കാനൊക്കെ പറ്റും. അപ്പൊ ഓൻക്ക് ഫുഡ് കൊടുത്തണ്. അപ്പൊ ഓൻ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചാണ്. ഉറക്കം വന്നിട്ടുള്ള കരച്ചിലാണ്. ചില സമയത്ത് വേഗം ഉറങ്ങുട്ടോ. വൈകാത്തോണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഓൻ ഉറങ്ങി. ഞങ്ങള് പോയി ഫുഡ് കഴിക്കാം അങ്ങനെ അതാക്കി. അങ്ങനെ പോയി ഈ ഒരു ബിരിയാണി അത്ര ബിരിയാണി ഞാൻ ബീഫ് ബിരിയാണി ഞങ്ങള് മൂന്നാൾക്കാര് ബീഫ് ഒരാള് ചിക്കൻ ബിരിയാണി അങ്ങനെ ആട്ടോ കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ചെന്നാ പിന്നെ എവിടെങ്കിലും പോവുക, കുറച്ച് സാധനങ്ങൾ വാങ്ങാന്ന് പറഞ്ഞു. ഇപ്പൊ മിഡിൽ ഈസ്റ്റ് ഇല്ലേ ഇവിടെ അജ്മാലിലാട്ടോ ഞങ്ങള്. ഷാർജയിലെ ഞങ്ങൾ നിക്കണേ, അജ്മാലിലേക്ക് ഞങ്ങൾ വന്നത്. അപ്പൊ അജ്മാലിലൊരു മിഡിൽ ഈസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ കേറി എന്തെങ്കിലും വാങ്ങാന്നുള്ള പ്ലാനിങ്. അപ്പൊ അതിന് മുന്നായിട്ട് തണുത്തത് എന്തെങ്കിലും കഴിക്കണമെന്ന് കൊതിയാവാം. അത് തണുത്തത് മറ്റേ ഞാൻ ഫലൂദ ഉണ്ടല്ലോ അത് വാങ്ങി കഴിച്ച്. പക്ഷെ അത് അത്ര ഫ്ലോപ്പാ. എനിക്ക് ഇനി പനി ആയതുകൊണ്ടാണോന്ന് അറിയില്ല. എനിക്കത് ഇഷ്ടായില്ല. ഞാന് 2-3 സ്പൂണേ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ എനിക്ക് തൊണ്ടവേദന കൂടി. അപ്പൊ ഞാൻ ചൂടുവെള്ളം ഫ്ലാസ്കില് ചൂടുവെള്ളമൊക്കെ ആയിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പൊ ചൂടുവെള്ളമൊക്കെ എടുത്ത് കുടിച്ച് അതിങ്ങനെ ബാലൻസ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് വീണ്ടും കൂടിയ പോലെ. അപ്പൊ പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞാൻ പിന്നെ തണുത്ത് കഴിച്ചിട്ടില്ല.
ഒന്നാമതേ തൊണ്ടവേദന ഒക്കെ ഉള്ളതിനെ കൊണ്ട്. പക്ഷെ കഴിച്ചു നോക്കിയതേനു. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കളറ് കാണാനേ ഭംഗിയുള്ളൂ, പക്ഷെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ലേനി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മിഡിൽ ഈസ്റ്റിൽ പോവാ. മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് പിന്നെ അവിടെ കുറച്ച് ഞാൻ ചെരുപ്പൊക്കെ നോക്കി, പല ചെരുപ്പ് ഇട്ട് നോക്കി, പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ട് പല സാധനത്തിന്റെ ഓരോരോ ക്യൂട്ടായിട്ടുള്ള ഓരോ സാധനങ്ങളെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗ്ലാസ് കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതിന്റെ ഉള്ളില് തൂവല്, പിന്നെ കുറച്ച് പൂക്കള്, വെറൈറ്റി ആട്ടോ, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ തോന്നൂല, ഇങ്ങനെ ഷോർട്ട് കേസിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു ഇത്. പക്ഷെ ഞാൻ കുറേ പാത്രങ്ങളും കുറേ സാധനങ്ങളൊക്കെ നോക്കിട്ടോ, പക്ഷെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കുറെയൊക്കെ ഇങ്ങനെ നോക്കി, കുറച്ചൊക്കെ വീഡിയോസ് എടുത്ത്. പിന്നെ പുറത്തിറങ്ങിയപ്പോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് തീരെ വയ്യ. അപ്പൊ എന്നോട് എന്റെ ഹസ്ബൻഡ് പറയാണ്, നമുക്കൊരു ഓർഡർ ഉണ്ട് റാസിൽ കൈമന്ന്. അപ്പൊ ഞാൻ എന്റെ പഠിച്ചവനെ അങ്ങനെ വിചാരിച്ച് അത്രക്കും ക്ഷീണിച്ചിട്ട് ഞാൻ വെച്ചെന്നാലും കുഴപ്പമില്ല, എനിക്ക് പുറത്ത് പോകുന്നത് ഇഷ്ടമാണ് കേട്ടോ. അതിനിപ്പോ എത്ര ക്ഷീണിച്ചാലും പുറത്ത് പോയാൽ മതി, പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കുക, അത് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞാ എല്ലാവർക്കും പോയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് മുന്നായിട്ട് ചായ കുടിക്കാൻ കയറി. കുറേ കടിയും ചായയുടെ കൂടെ കുറേ കടികളുണ്ട് കേട്ടോ. കുറേ കടികൾ ഉണ്ടാകുമ്പോ ഏതാ സെലക്ട് ചെയ്യണ്ടേന്നുള്ള കൺഫ്യൂഷൻ ആട്ടോ. അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ, ഏതപ്പ സെലക്ട് ചെയ്യുക, ചിലപ്പോൾ നല്ല വെറൈറ്റി ആവും സെലക്ട് ചെയ്യുക. അങ്ങനെ നോക്കി എടുക്കുകയാണെങ്കിൽ അത് അട്ടർ ഫ്ലോപ്പ് ആവും. പിന്നെ ഞാന് ചിലപ്പോ ഞാൻ പരീക്ഷിക്കില്ല, സ്ഥിരം വാങ്ങണ എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് തന്നെ ഞാൻ എടുക്കുക. ഞാനിവിടെ എടുത്തത് മറ്റേ പോക്കറ്റ് ഷവർമ ഇല്ലേ, അതേനി. പക്ഷെ വലിയ കുഴപ്പമില്ല. സ്ഥിരമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പപ്സ്, മറ്റേ കട്ട്ലേറ്റ്, ചിക്കൻ റോള്, അങ്ങനത്തെ കട്ട് സ്ഥിരമായിട്ട് എടുക്കല്. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ട. ബോക്സിലൊക്കെ ഇട്ടിട്ട് പില്ലോ, ഒരു ഫ്രെയിം അങ്ങനെയൊക്കെ ആട്ടോ കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഒരു സ്ഥലത്തേക്ക് പോട്ടെ, കുറേ ദൂരമുണ്ട്. മറ്റേ റാസിൽ കൈമ ആണ് ഇവിടുന്ന്. നമ്മളെ ഷാർജ റാസിൽ കൈമ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ എന്തായാലും ഞങ്ങൾ ആ ഒരു ലൊക്കേഷനിൽ എത്താൻ 1 മണിക്കൂറിൽ കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കുറേ കാഴ്ചകൾ അതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ ചിലതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആകെ ഇങ്ങനെ ടയേർഡ് ആയതുകൊണ്ട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലേനു പിന്നെ വീഡിയോ എടുക്കാൻ. അപ്പൊ പിന്നെ ഞാൻ അവിടെ എത്തി. അവിടുത്തെ ആൾക്കാര് പുലർച്ചക്ക് പണിക്ക് പോണ ആൾക്കാരാട്ടോ, നല്ല രാവിലെ എണീക്കണ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പോകുമ്പോ ഉറക്കം ഡിസ്റ്റർബൻസ് ആവല്ലോ എന്നൊരു മനസ്സില്, ഒരൊർക്കത്തിനൊരു ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോ എടുത്ത് പാക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് ഇതില് ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ ഇനി ഈ വീഡിയോ കാണുന്ന ആൾക്കാരാരെങ്കിലും UAE എന്തെങ്കിലും ഇങ്ങനത്തെ ഓർഡറും കാര്യങ്ങളും സർപ്രൈസ് ആയിട്ട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡ്, പിന്നെ വൈഫ്, പിന്നെ ഉമ്മ ഉപ്പ അങ്ങനെ ആരായാലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഗിഫ്റ്റ് ബോക്സ് എന്നാട്ടോ. അപ്പൊ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ആവാണ്. അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളെ പെണ്ണ് അത്രേ ഉള്ളൂ. സന്തോഷമോ? പിന്നെ നിങ്ങളെ തന്നെയാണ് ഇങ്ങോട്ട് വരി. എന്താ പറയാനുള്ളത്, നമ്മളെ പെണ്ണ് അത്രേ ഉള്ളൂ. സന്തോഷമോ? പിന്നെ കഷ്ടപ്പെട്ട് നിങ്ങൾ വരുമ്പോൾ തന്നെ അതിന്റെ സന്തോഷം വേറെ എന്തല്ലേ. ഷാർജ